ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഇടുക്കിയിലെ കുമളി ചെക്ക് പോസ്റ്റിൽ സഞ്ചരിക്കുന്ന ലബോറട്ടറി സംവിധാനം എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്ത് സാധാരണ ദിവസങ്ങളിൽ പ്രതിദിനം എത്തുന്നത് ഏകദേശം 3.5 ലക്ഷം ലിറ്റർ പാലാണ്. ഓണക്കാലത്ത് ആവശ്യകത ഉയരുന്നതോടെ പാലിന്റെ വരവും ഇരട്ടിയാകുമെന്നാണ് കണക്ക്. ഇതോടെ മായം കലർന്ന പാൽ വിപണിയിലെത്തുന്നത് തടയാൻ പ്രത്യേക പരിശോധനയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നത്. കുമളി അടക്കം സംസ്ഥാനത്ത് 5 പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന. കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിന്റെ സഹകരണത്തോടെയാണ് നടപടി. കുമളി വഴി എത്തുന്ന പാലിന്റെ സാമ്പിളുകൾ 24 മണിക്കൂറും പരിശോധിക്കും. ദിവസേന 10 ലോഡോളം പാൽ കുമളി ചെക്ക് പോസ്റ്റ് വഴി മാത്രം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. പാലിന്റെ അസിഡിറ്റി, കൊഴുപ്പ് എന്നിവ പരിശോധിക്കുന്നതിനൊപ്പം പ്രിസർവേറ്റീവുകൾ, ന്യൂട്രലൈസറുകൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ സാന്നിധ്യവും പരിശോധനയിൽ കണ്ടെത്തും. ഓണക്കാലത്തോടനുബന്ധിച്ച് അന്യസംസ്ഥാനത്ത് നിന്ന പാല് സാധാരണ കുമളി ചെക്ക് പോസ്റ്റ് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ പാല്, ടാങ്കറിലുള്ള പാല് പരിശോധിക്കുകയാണ് മെയിനായിട്ട് ഇവിടെ ഒരു ഫുഡ് ലാബ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു മൊബൈൽ ഫുഡ് ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാലിൽ, ടാങ്കറിൽ വരുന്ന പാലുകളിൽ, അതുപോലെ തന്നെ ലോക്കലിൽ വിൽക്കുന്ന പാല്, കവർ പാലുകൾ, ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അതുള്ള ഫോർമാലിൻ, അതുപോലെ തന്നെ ന്യൂട്രലൈസേഴ്സ്, ഡിറ്റർജൻസ്, യൂറിയ, അത്രയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പാൽ കൂടുതൽ സമയം കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ ഉൾപ്പെടെ 9 തരത്തിലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യവും സഞ്ചരിക്കുന്ന ലാബിൽ പരിശോധിക്കാൻ കഴിയും. ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന പാലിന് പുറമെ ചെറിയ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നതും പായ്ക്ക് ചെയ്തെത്തിക്കുന്നതുമായ പാലും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർന്നതായി സംശയം തോന്നിയാൽ സാമ്പിളുകൾ സ്വീകരിച്ച് കാക്കനാട്ടെ ലാബിലേക്ക് അയച്ച് വിശദമായ പരിശോധന നടത്തും. നിലവിൽ കുമളി ചെക്ക് പോസ്റ്റ് വഴി എത്തിയ പാലിന്റെ സാമ്പിളുകളിൽ മായം കലർന്നതായി കണ്ടെത്തിയിട്ടില്ല. ജനം, ഇടുക്കി.